എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ ഈ റീസെന്റ്ലി ഇറങ്ങിയ നമ്മുടെ എല്ലാ മലയാളം മൂവീസ് അടിപൊളിയായിട്ട് എല്ലാരും ഓഡിയൻസ് നന്നായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില മൂവീസിൽ റിവ്യൂ കൊണ്ട് പല നെഗറ്റീവും വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും റിവ്യൂ എന്ന് പറയുന്നത് മൂവീനെ എഫക്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങി വരുമ്പോ റിവ്യൂ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ആൻഡ് നോ. എനിക്കൊരു ഇൻഡിവിജ്വൽ റിവ്യൂ, ഒരാൾ ക്യാമറയിൽ നിന്ന് പറയുന്ന റിവ്യൂ ഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയില്ല, ഫിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ തിയേറ്റർ റിവ്യൂ ഉണ്ടല്ലോ, ഈ ഇറങ്ങി വരുമ്പോൾ 100 പേരോട് ചോദിക്കുന്നുണ്ട്, അത് എഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റൊരാളുടെ അഭിപ്രായമാണ്, മറ്റങ്ങനെയല്ല, ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായം നമ്മളത് കൺവേ ചെയ്യാന്നുള്ള പോലെ. ഒരു 100 പേരോട് ചോദിച്ചിട്ട് 90 പേര് നല്ലത് പറഞ്ഞു, 10 പേര് മോശം പറഞ്ഞാൽ ഈ മോശം പറഞ്ഞതിനെ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം സിനിമ മോശമാണെന്നോ. അത് സിനിമയെ ബാധിക്കുന്നുണ്ട്, അത് തെറ്റാണ്, അത് ക്രൂരതയാണ്. ഇപ്പൊ തിയേറ്ററിൽ റിവ്യൂ ഒഴിവാക്കണം, അതുകൊണ്ടാണ് അസോസിയേഷൻസ് ഒക്കെ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നടപ്പിലായിട്ടില്ല, അതാണ്. അതുകൊണ്ട് റിവ്യൂ, ഒരാൾ റിവ്യൂ ചെയ്ത് സിനിമ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അഭിപ്രായം പറയാൻ എല്ലാ അവകാശമാക്കും, അതൊരു വിരോധമില്ല, അതൊന്നും സിനിമ ഒരു തരത്തിലും ബാധിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ സിനിമ ഷുഡ് ബി മോർ പവർഫുൾ ദാൻ ദാറ്റ്. അങ്ങനെ പൊളിഞ്ഞു പോകുന്ന സിനിമയ്ക്ക് പിന്നെ എന്താണ് അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പം സാറിനോടാണ് ചോദ്യം. സാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മമ്മൂക്കിനെയും ലാലേട്ടനെയും വെച്ചിട്ട് സിനിമ ചെയ്യാന്നുള്ളത്. അതിന് കവിഞ്ഞിട്ട് ഒരു ആഗ്രഹം അല്ല, സെപ്പറേറ്റ് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് വിരുന്നാണ്. അപ്പം ഇനി എന്നാ ലാലേട്ടനെ വെച്ചിട്ടുള്ള ഒരു മൂവിന്റെ പ്ലാനിങ് ഒക്കെ? അല്ല, അതിന്റെ എന്തെങ്കിലും ഒരു പ്ലാനിങ് നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്, സ്റ്റോറി ഓക്കെ. അപ്പൊ അതൊരു വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് സ്റ്റോറി പുള്ളിനെ ഇതുവരെ അതാ ഞാൻ പറഞ്ഞ ആ ഒരു അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ജീവിച്ചാലല്ല, ഇപ്പൊ മലയാള സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അൺപാരലായിരിക്കും രണ്ടുപേരും. അങ്ങനെ 40-50 വർഷം ഒരേപോലെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ച് അപൂർവമായിട്ടൊരു സംഭവം ഒരേ സമയത്ത്. അപ്പൊ അങ്ങനത്തെ ലെജൻസ് ആണ് ഓൾ റെസ്പെക്ട്സ്. നമുക്ക് ഭാഗ്യവശാൽ ഈ സിനിമയിൽ വരാൻ പറ്റുകയും കുറച്ച് 15 വർഷമായി സിനിമ ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ ഉൾപ്പെടെ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ ആഗ്രഹമായിരിക്കും ഇവർ രണ്ടുപേരും വെച്ച് ഓരോ സിനിമയിലും ചെയ്യണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റി, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ജയ് ഗണേഷിന്റെ വരുവാണെങ്കിൽ ഇപ്പൊ നോർമലായിട്ട് നടക്കുന്ന ആ ഒരു രീതിക്കൊക്കെ സിനിമ ലൈക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെ ഈ മൂവിയിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാള്, ആ ആളിനെ കേന്ദ്രീകരിച്ച ഒരു കഥ നമ്മൾ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം റിസ്ക് ആയിരുന്നു? അല്ലെങ്കിൽ പുള്ളി ഇപ്പം വീൽ ചെയറിലിരുന്ന് ചെയ്യുക, മുൻകൂട്ടി ചെയ്ത ഒരാളല്ല, അതിന്റെ ഇടയ്ക്കൂടെ പുള്ളി പെട്ടെന്ന് എന്തോ ഒരു ചെയ്യാൻ നോക്കിയപ്പോൾ ബാക്കിലേക്ക് വീഴുന്ന ഒരു സംഭവം കുറച്ചും നമ്മളത് കണ്ടിരുന്നു. അപ്പൊ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? അത് ചാലഞ്ചിങ് ആയിരുന്നില്ല. അതാണ് എനിക്ക് ഉണ്ണിയുടെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ശരിക്കും നമ്മൾ വീൽ ചെയറിൽ ഒരാളെ കാണേണ്ടത്, വീൽ ചെയറിലും ഒരു ഡിഫറെന്റ് ടേബിൾ ആയിട്ടുള്ള കാണുമ്പോൾ നമുക്ക് സിമ്പതിയാണ് തോന്നുന്നത്. ആസ് എ പേഴ്സൺ വി ആർ നോട്ട് മെച്യൂർഡ് എനഫ്, ആസ് എ സൊസൈറ്റി വി ആർ നോട്ട് മെച്യൂർഡ് എനഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവരെ നമ്മൾ ഈക്വലായിട്ട് കാണാൻ പറ്റണം, അവരുടെ കുറവുകളും പോസിറ്റീവ്സും എല്ലാം. അങ്ങനെ നമുക്ക് അവര് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കണം. അതിലേക്ക് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണിയിൽ അഭിനയിക്കാൻ വന്നപ്പോ വീൽ ചെയറിൽ ഇരുന്ന് എനിക്കതിനെ കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വിട്ടു, എനിക്ക് വേറെ കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുള്ളി വന്ന് അതിന്റെ കോസ്റ്റ്യൂംസ് ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമമൊക്കെ ചെയ്തു, പല രീതിയിൽ മാനേജ് ചെയ്തു. പിന്നെ പുള്ളി തന്നെ കാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാനൊരു സംവിധാനമൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് ഒരിക്കലും അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടൊരു പണിയാണ്. എന്ന് വെച്ചാൽ രാവിലെ ഒന്നും ഇരുന്ന് രാത്രി എണീക്കാൻ പറ്റും, നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെയിൻ. പക്ഷെ അങ്ങനെ ഫിസിക്കൽ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഒരിക്കൽ പോലും ചെറിയ രീതിയിൽ പോലും എനിക്കൊരു തോന്നൽ ഉണ്ടായില്ല. പുള്ളി ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം, ഓർ മേ ബി. പിന്നെ നമ്മൾ സിംഗിൾ ഷോട്ട് ഒക്കെ ഒരു 10 ടേക്ക് എടുത്തിട്ടുണ്ട്, തളർന്നു ആൾക്കാർ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നെ തോന്നിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനൊരു പ്രശ്നമേ എനിക്കുണ്ട്. അത് വീണു എന്ന് പറയുന്ന സംഭവം പോലും പുള്ളിയോടെ വീണു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ മൊത്തത്തിൽ മടിയാണ് എനിക്കാൻ തന്നെ. അപ്പൊ ഞാൻ എനിക്കൊക്കെ വന്നപ്പോഴേക്കും പുള്ളി അല്ല അടുത്ത ഷോട്ട് അപ്പൊ അടുത്ത ഷോട്ട് നമ്മൾ ഓടിപ്പോയി എന്ത് പറ്റിയെന്ന് ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല.
പൊതുവെ നമ്മുടെ മലയാളത്തില് സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ മിന്നൽ മുരളിയൊക്കെ വന്നപ്പോ ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ കുറെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ഈ ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അടുത്ത സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യലി ഉദ്ദേശിക്കുന്ന ഒരു മൂവിയാണെന്നും കൂടെ പറഞ്ഞല്ലോ. അതേപോലെ നമ്മുടെ ഓഡിയൻസ് ഈ ഒരു സൂപ്പർ ഹീറോനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും, മനസ്സിൽ കൊണ്ട് വരും എന്നുള്ളത് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അപ്പൊ കൊമേഴ്ഷ്യലി തന്നെ അതല്ലേ റീസെന്റ് ആയിട്ട് നമ്മുടെ മലയാളം മൂവീസ് ഭയങ്കരമായിട്ട് 100 കോടി 50 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല, അപ്പൊ അതേപോലെ ആ ഒരു ലെവല് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഓഡിയൻസിന് എന്നുള്ള ഉറപ്പുണ്ടോ? നമുക്ക് ഈ കോടി കണക്ക് അതൊന്നുമില്ല, അങ്ങനെയല്ല. സിനിമ സക്സസ്ഫുൾ ആവാന്ന് എന്റെ പേഴ്സണൽ ആഗ്രഹം ഈ സിനിമ കണ്ട ആൾക്കാർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അത് അവർക്ക് വാല്യൂ ഫോർ മണി കിട്ടി. അത് ഇത്ര കോടി കളക്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചിട്ട് സന്തോഷം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുറച്ചൊക്കെ നഷ്ടം അങ്ങനെ സഹിച്ചിരിക്കും കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ശ്രമം അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഇപ്പൊ ഇങ്ങനെ കോടി കണക്കൊന്നും വെച്ചിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കുന്നില്ല. പിന്നെ അഗെയിൻ ഈ എല്ലാ സിനിമയും ഓടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം കൂടെ. നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള കുഴപ്പമില്ല. ഒരു സിനിമ ഓടുമ്പോൾ അപ്പുറത്തെ 10 സിനിമ 1 3 നമ്മൾ അറിയുന്ന പോലും. ശരിയാ, അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം. അപ്പൊ ഇത്ര ഒരു 100 കോടി കണക്ട് ചെയ്യുന്ന ഒരു സിനിമ മുൻകൂട്ടി ഉണ്ടാക്കാൻ ലോകത്ത് ആർക്കും പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല. ഇവൻ ചെയ്ത പ്രേമലു തന്നെ ടോട്ടലി അൺപ്രസിഡന്റ്. ആ രീതിയിൽ ആ സിനിമ സക്സസ്ഫുൾ ആണ് ആരെങ്കിലും വിചാരിച്ചു? ഒരു സിനിമയ്ക്കും അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈവൺ അതൊരു നല്ല സിനിമ എന്ന് പറഞ്ഞ പോലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സിനിമ, അത് ഇവന് നല്ലതെന്ന് തോന്നുന്നു ഡെറ്റ് ചെയ്യുന്നു, ഇവന് നല്ലതെന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്യുന്നു, അപ്പൊ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു സിനിമ. ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കൊള്ളുന്നില്ല. സിനിമ അതാണല്ലോ. സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമർ ഇല്ല. അതായത് ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഗ്രാമർ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് സെന്റൻസ് എന്ന് പറയും. സിനിമയ്ക്ക് അങ്ങനെയില്ല, ഒരു ഗ്രാമർ ഇല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വളരെ മോശമായിട്ടായിരിക്കും. അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് കേട്ടറിയും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കോടി പ്രതീക്ഷ